ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് PSC സാധാരണ ചോദിക്കുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം. മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത്? മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത്? രാജ രവിവർമ്മ. ഒരു കൊച്ചു കലാകാരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് നിറങ്ങളുടെ രാജകുമാരൻ. ഏത് കലാകാരൻ്റെ? ഒരു കൊച്ചു കലാകാരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് നിറങ്ങളുടെ രാജകുമാരൻ. ഏതു കലാകാരൻ്റെ? എഡ്മണ്ട് തോമസ് ക്ലിൻറ്റ്. സെന്റ് തോമസിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏത്? സെന്റ് തോമസിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏത്? മാർഗം കളി. ആശയവിനിമയ രംഗത്ത് സ്മൈലി സംഭാവന ചെയ്ത വ്യക്തി ആര്? ആശയവിനിമയ രംഗത്ത് സ്മൈലി സംഭാവന ചെയ്ത വ്യക്തി ആര്? സ്കോട്ട് സാൽമൻ. യവനരുടെ വാൽമീകി എന്നറിയപ്പെടുന്ന അന്ധകവി. യവനരുടെ വാൽമീകി എന്നറിയപ്പെടുന്ന അന്ധകവി ഹോമർ. ബുദ്ധമതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏത്? ബുദ്ധമതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏത്? ത്രിപീഠിക. സിഖ് മതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏത്? സിഖ് മതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏത്? ഗുരു ഗ്രന്ഥ സാഹിബ്. ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇവർ നോബൽ സമാധാന സമ്മാന ജേതാവാണ്. ആരാണ് ആ വ്യക്തി? ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇവർ നോബൽ സമാധാന സമ്മാന ജേതാവാണ്. ആരാണ് ആ വ്യക്തി? ആങ് സാൻ സുചി. ആരുടെ 200-ാം ജന്മവാർഷികത്തിനാണ് ഇന്ത്യ സ്പർശനത്താൽ മനസ്സിലാക്കാവുന്ന സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ആരുടെ 200-ാം ജന്മവാർഷികത്തിനാണ് ഇന്ത്യ സ്പർശനത്താൽ മനസ്സിലാക്കാവുന്ന സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ലൂയിസ് ബ്രെയ്ലി. ഏറ്റവും പഴക്കം ചെന്ന ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഏറ്റവും പഴക്കം ചെന്ന ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഡെൻമാർക്ക്. ഏറ്റവും വേഗത്തിൽ ചലിക്കാൻ കഴിവുള്ള പക്ഷി. ഏറ്റവും വേഗത്തിൽ ചലിക്കാൻ കഴിവുള്ള പക്ഷി പെരിഗ്രീൻ ഫാൽക്കൺ. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ ഏത്? ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ ഏത്? തിഹാർ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ. സിഖുകാർ ഏറ്റവും പവിത്രമായി കണക്കാക്കുന്ന ആരാധനാലയം ഏത്? സിഖുകാർ ഏറ്റവും പവിത്രമായി കണക്കാക്കുന്ന ആരാധനാലയം ഏത്? സുവർണ ക്ഷേത്രം. ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? അറ്റ്ലാന്റിക് സമുദ്രം. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം ഏത്? ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം ഏത്? മരാമൺ കൺവെൻഷൻ. കറുപ്പ് ലഭിക്കുന്ന സസ്യം ഏത്? കറുപ്പ് ലഭിക്കുന്ന സസ്യം ഏത്? പോപ്പി. കാൽപാദത്തിൽ മുട്ടവെച്ച് അടയിരിക്കുന്ന പക്ഷി ഏത്? കാൽപാദത്തിൽ മുട്ടവെച്ച് അടയിരിക്കുന്ന പക്ഷി ഏത്? പെൻഗ്വിൻ. ഏഷ്യയുടെ പ്രകാശം എന്ന് ശ്രീബുദ്ധനെ വിശേഷിപ്പിച്ചത് ആര്? ഏഷ്യയുടെ പ്രകാശം എന്ന് ശ്രീബുദ്ധനെ വിശേഷിപ്പിച്ചത് ആര്? എഡ്വിൻ ആർണോൾഡ്.
1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? അയർലൻഡ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? CN കരുണാകരൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാടും ചോല. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടി. 1932 കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏത്? 1932 കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏത്? നിവർത്തന പ്രക്ഷോഭം. മധ്യകാലത്ത് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനം ഏത്? മധ്യകാലത്ത് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനം ഏത്? മഹോദയപുരം. സൗരയൂഥത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചെസ് ചാമ്പ്യന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? സൗരയൂഥത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചെസ് ചാമ്പ്യന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? വിശ്വനാഥ് ആനന്ദ്. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? വാലന്റീന തെരഷ്കോവ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പരയുടെ സൃഷ്ടാവ് ആര്? ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പരയുടെ സൃഷ്ടാവ് ആര്? VT തോമസ്. കടവല്ലൂർ അന്യോന്യം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കടവല്ലൂർ അന്യോന്യം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്പൂതിരിമാർ. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. സിഖ് മതക്കാരുടെ പുണ്യഗ്രന്ഥം ഏതാണ്? സിഖ് മതക്കാരുടെ പുണ്യഗ്രന്ഥം ഏതാണ്? ഗുരുഗ്രന്ഥ സാഹിബ്. ആദിഗ്രന്ഥ് ഏതാണ്? ആദിഗ്രന്ഥ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗുരുഗ്രന്ഥ സാഹിബ്. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭം ഏത്? തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭം ഏത്? പുന്നപ്പറ വയലാർ സമരം. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. കബനി ഏതു നദിയുടെ പോഷക നദിയാണ്? കബനി ഏതു നദിയുടെ പോഷക നദിയാണ്? കാവേരി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി ആര്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി ആര്? VK കൃഷ്ണമേനോൻ. മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആര്? മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആര്? കാതറിൻ മേയോ. ലണ്ടനിൽ പിറന്ന ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പേരെന്ത്? ലണ്ടനിൽ പിറന്ന ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പേരെന്ത്? ലൂയിസ് ജോയ് ബ്രൗൺ. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം. കരൾ. ഭയപ്പെടുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ.
ഭയപ്പെടുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. അഡ്രിനാലിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. സ്ത്രീ അണ്ഡം. സിഖ് മതസ്ഥരുടെ ആദ്യ ഗുരു. സിഖ് മതസ്ഥരുടെ ആദ്യ ഗുരു ഗുരു നാനക്. കേരളത്തിലെ ദേശീയ പാർക്കായ ഇരവിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കേരളത്തിലെ ദേശീയ പാർക്കായ ഇരവിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി. പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏത്? പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏത്? വടക്കേ അമേരിക്ക. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഐക്യരാഷ്ട്രസഭ എന്തായി ആചരിക്കുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഐക്യരാഷ്ട്രസഭ എന്തായി ആചരിക്കുന്നു? ലോക വിദ്യാർത്ഥി ദിനം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ശകുന്തള ദേവി.